നമുക്ക് എയിംസ് ആണോ വേണ്ടത്, ഓൾ ഇന്ത്യ കോട്ടയാണോ വേണ്ടത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റിന് ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, കേരളത്തിലെ ഗവൺമെൻറ് സീറ്റിന് വേണ്ടി എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഡീംഡ് കോളേജുകൾക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ESI മെഡിക്കൽ കോളേജ് കിട്ടാൻ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ വരുന്നത്. ഏതെങ്കിലും ഒരു കോളേജിൽ ചെന്നിട്ട് മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരവസ്ഥയും അത് ഗവൺമെൻറ് ആണെങ്കിലും ഡീംഡ് ആണെങ്കിലും NRI ആണെങ്കിലും ഇല്ല. അലോട്ട്മെൻറ്റ് വഴി മാത്രമേ നമുക്ക് സീറ്റുകൾ ലഭ്യമാവുകയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടുന്നവരുണ്ടാവും, അത് ഓൾ ഇന്ത്യ തലത്തിലായിരിക്കും. അവർക്ക് തന്നെ കേരളത്തിലും വേണേൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, അവിടെ സീറ്റ് എടുത്തയാൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ, അത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ അവിടെ കിട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരള അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നു, പിന്നെ വീണ്ടും നമുക്ക് ഓൾ ഇന്ത്യ കൊടുക്കാനായിട്ട് സാധിക്കുമോ, സ്റ്റേറ്റിൽ തന്നെ തുടരാൻ സാധിക്കുമോ, സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസകൾ നഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള കോളേജുകളിൽ ചെന്ന് ചേരേണ്ടതിൻ്റെ 4ാം ഘട്ടം, അതാണ് പാർട്ട് 4 എന്ന് അറിയപ്പെടുന്നത്. കുറച്ച് ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ എല്ലാവരുടെയും ഒരു സംശയമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്നും ഒട്ടും നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. നമുക്ക് നീറ്റ് എക്സാം 25 ലക്ഷം പേരാണ് എഴുതുന്നതെങ്കിൽ അതിൽ 12.5 ലക്ഷം വിദ്യാർത്ഥികളും മുഴുവൻ ഓപ്ഷൻസും കൊടുക്കാനായിട്ട് എലിജിബിളാണ്. ഓക്കെ, ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 131ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, തീർച്ചയായിട്ടും 2025 നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരാനുമുണ്ട്. അപ്പോൾ സാർ, നമുക്ക് ആദ്യം തന്നെ 2025 നീറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്കിനി എക്സാം ഡേറ്റും കൂടിയാണ് വരാനുള്ളത്. എല്ലാ വർഷവും നമുക്കറിയാം, എല്ലാ വർഷവും മെയ് ആദ്യത്തെ ഞായറാഴ്ചയാണ് നീറ്റ് എക്സാം നടക്കുന്നത്. പക്ഷേ 2025 ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ ക്ലാരിറ്റിയൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. 180 ചോദ്യങ്ങൾ, 180 മിനിറ്റ് ആയിരിക്കും ഉത്തരം. സെക്ഷൻ B ഇല്ല. സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് neet.nta.nic.in എന്ന വെബ്സൈറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്ന ഡേറ്റിനെ കുറിച്ചൊക്കെയാണ് ഇനി ക്ലാരിഫിക്കേഷൻ വരാനുള്ളത്. തീർച്ചയായിട്ടും എക്സാം ഡേറ്റ് ഇതുവരെ പർപ്പസ്ഫുള്ളി ചെയ്യാത്തത് കൊണ്ടാണ് ആപ്ലിക്കേഷൻ താമസിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വർക്കുകളും തീർന്നിരിക്കുന്നതാണ്. എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർഷം ഇതിൻ്റെ ഇന്നർ പാർട്ടുകളിലായിട്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റിങ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന്, പരീക്ഷ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ, സിവിൽ സർവീസ്, കളക്ടർമാർ, പോലീസ് സേനകൾ, ആർമി, അങ്ങനെയുള്ള ധാരാളം സേനകളുടെ സപ്പോർട്ട് ഈ വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം അത് ഇവർക്കെല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് എല്ലായിടത്തുനിന്നും അതിൻ്റെ അനുവാദം കിട്ടാത്തതിൻ്റെ ഇതിലാണ് താമസിക്കുന്നത്. എന്നാലും അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ നടപടികളെല്ലാം തന്നെ നടക്കും. മെയ് 4 തന്നെ എക്സാം നടക്കുമെന്നുള്ള ഉറപ്പാണ് നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ പിന്നിലുള്ള ഒഫീഷ്യലായിട്ട് നടക്കേണ്ട കുറേയധികം വർക്കുകൾ, അതുകൊണ്ട് മാത്രമാണ് താമസിക്കുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഏതാണ്ട് ഫെബ്രുവരി 15 അല്ലെങ്കിൽ ഇനി എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കാം. ആരംഭിക്കുന്ന ദിവസം ഇൻഫർമേഷൻ ബുള്ളറ്റ് വഴിയായിരിക്കും നമ്മൾ ഒരുപക്ഷെ ഡേറ്റ് പോലും നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി അങ്ങനെയുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്സാം വളരെയധികം താമസിക്കുമെന്നോ അങ്ങനെയുള്ള ഒരു ധ്വനിയുമില്ല. കുട്ടികൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയും നന്നായിട്ട് പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ട ഒരു സമയം തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് ടൈം തന്നെയാണ് ഇത്. സാർ, ഒരു MBBS സീറ്റ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ഈ നീറ്റ് എക്സാമിന് ശേഷം പല കടമ്പകളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അപ്പോൾ ഓരോ പ്രോസസ്സുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഇപ്പോഴായിരിക്കും ഒരു ഐഡിയ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും അത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ അതൊന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മൾ പല എപ്പിസോഡുകളിൽ പല ഭാഗങ്ങളായിട്ട് നമ്മളത് സംസാരിച്ചതാണെങ്കിലും 4 സെക്ഷൻ അല്ലെ 4 പാർട്ട് എന്ന് നമ്മൾ പറയും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും എയിംസ് പോലുള്ള കോളേജുകളാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിലും തമിഴ്നാട്, കർണാടക പോലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ആണെങ്കിലും 4 പാർട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് എന്ന് പറയുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ആദ്യ കടമ്പയാണ്. ഇത് പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, അല്ലാത്തുള്ള അലോട്ട്മെൻറ്റ് നടപടികളുടെ ഭാഗമാണ്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ എല്ലാവരും ചെയ്യേണ്ട ആപ്ലിക്കേഷൻ, പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നീറ്റിന് അപ്ലൈ ചെയ്യണം, കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ കർണാടക മെഡിക്കലിന് അവിടെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് ആഗ്രഹമുള്ളവർക്ക് കർണാടക മാനേജ്മെൻറ്റിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ CMC വെല്ലൂർ പോലുള്ള ആപ്ലിക്കേഷൻ ഉടനെ ആരംഭിക്കും. അങ്ങനെ നീറ്റ് എക്സാമിന് മുമ്പുള്ള കുറേയധികം ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ, ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ, അതാണ് ആദ്യ കടമ്പ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നമ്മുടെ കാറ്റഗറി സ്പെസിഫൈ ചെയ്യണം,
എക്സാം സെൻറ്ററുകളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഇവിടെയൊന്നും നമുക്ക് ഏത് കോളേജിലാണ് പ്രവേശനം വേണ്ടതെന്ന് നമ്മളെങ്ങും പറഞ്ഞിട്ടില്ല. ഒരു നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് MBBSനാണ് വേണ്ടത്, അല്ല BDSനാണ്, ഗവൺമെൻറ് മേഖലയാണ്, സ്വകാര്യ മേഖലയാണ്, ഡീംഡ് മേഖലയാണ്, ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ആകെ നമുക്ക് പറയാനുള്ളത് NRI, ഡീംഡ് കോളേജുകളിൽ NRI വേണമെന്നൊരു ഓപ്ഷനുണ്ട്. അത് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. അതിപ്പോൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പറയാൻ അവസരവുമുണ്ട്. അപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എയിംസ്, ജിപ്മർ, ESI കോട്ട, സ്റ്റേറ്റ് കോട്ട ഒന്നും നമ്മൾ പറയേണ്ടതില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും റിസർവേഷൻ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയും നമ്മൾ ഗവൺമെൻറ് മേഖല എന്നോ സ്വകാര്യ മേഖല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ കാറ്റഗറി ഒക്കെ കാണിച്ചുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ കേരള മെഡിക്കലിനൊക്കെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഘട്ടമായിട്ട് നടക്കും. അത് അതാത് സമയത്ത് നമ്മൾ ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷ. നമുക്കിപ്പോൾ അറിയാം, നീറ്റ് എക്സാം മാത്രമാണ് നമുക്ക് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരീക്ഷയായിട്ട് പറയുന്നത്, MBBS BDS ആയിട്ട് പറയുന്നത്. അപ്പം അതിൻ്റെ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പം ഒരു മാർച്ച് കൊണ്ട് തീരും. ഏപ്രിൽ പകുതിയോടുകൂടി എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് വരും. നമ്മൾ ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതുന്നുള്ളത് വരും. അതിനുശേഷം പരീക്ഷ മെയ് 4-ാം തീയതി ആണെങ്കിൽ മെയ് 1-ാം തീയതി അഡ്മിറ്റ് കാർഡ് നിലവിൽ വരും. ഇതെല്ലാം വെബ്സൈറ്റ് വഴിയാണ്, NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വരുന്നത്. അഡ്മിറ്റ് കാർഡ് വന്നു കഴിയുമ്പോഴാണ് നമുക്കത് ഏത് കോളേജിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഏത് സ്കൂളിൽ വെച്ചാണ് പരീക്ഷ നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതിനകത്ത് ഫോട്ടോ പേസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ഒറിജിനൽ ID പ്രൂഫുമായിട്ട് നമുക്ക് അത് ആധാർ, നമ്മൾ അപ്ലൈ ചെയ്ത ID ഏതാണോ അത് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആധാറോ പാസ്പോർട്ടോ പാൻ കാർഡോ അല്ലെങ്കിൽ +2 ഹോൾ ടിക്കറ്റോ ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാം. അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആധാറോ പാസ്പോർട്ടോ പാൻ കാർഡോ ഡിജി ലോക്കറോ ആധാർ IDയോ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതുമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നു, പരീക്ഷ എഴുതുന്നു. അതിൻ്റെ ആ ഒരു പ്രോസസ്സ്. അതിനുശേഷം നമുക്ക് നമ്മുടെ പരീക്ഷ ഇപ്പം മെയ് 4-ാം തീയതി ആണെങ്കിൽ ഒരു മെയ് 25-ാം തീയതിയോടുകൂടി നമ്മൾ എഴുതിയ OMR ഷീറ്റ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി കാണാം. നമ്മുടെ റെസ്പോൺസ്, നമ്മൾ ഈ 180 ചോദ്യങ്ങളിൽ എന്തൊക്കെയാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്, കറക്റ്റ് ആൻസർ അല്ല, നമ്മൾ കൊടുത്ത സ്റ്റുഡൻറ്റ് കൊടുത്ത റെസ്പോൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജൂൺ 4-നും 10-നും ഇടയ്ക്ക് റിസൾട്ട്, ഓൾ ഇന്ത്യ റാങ്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, പരീക്ഷ, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മൂന്നാം ഘട്ടമാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഏതൊക്കെ കോളേജുകൾ, ഏതൊക്കെ വെബ്സൈറ്റുകൾ, നമുക്ക് എയിംസ് ആണോ വേണ്ടത്, ഓൾ ഇന്ത്യ കോട്ടയാണോ വേണ്ടത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റിന് ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, കേരളത്തിലെ ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ട് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഡീംഡ് കോളേജുകൾക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ESI മെഡിക്കൽ കോളേജ് കിട്ടാൻ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ വരുന്നത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഘട്ടത്തിലാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസിനനുസരിച്ച് നമ്മുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പല വെബ്സൈറ്റ് വഴി നമ്മൾ നമ്മുടെ ചോയ്സുകളെല്ലാം നമ്മൾ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോളേജിൽ നമ്മൾ നേരിട്ട് മാനേജ്മെൻറ്റിൽ പോയി നോക്കുകയോ ഒരു കോളേജിൽ നേരിട്ട് നമ്മൾ സമീപിക്കുകയോ ആ കോളേജിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയോ ചെയ്യേണ്ട അവസ്ഥയില്ല. എല്ലാം ഒരു വെബ്സൈറ്റ് വഴി, ഒരു ഏകീകൃത വെബ്സൈറ്റ് ഓരോന്നിനും കാണും. ഒരൊറ്റ വെബ്സൈറ്റ് അല്ല, പല വെബ്സൈറ്റുകളാണ്, പക്ഷേ അതിനെല്ലാം ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ടാവും. അതുവഴിയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു കോളേജിൽ ചെന്നിട്ട് മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരവസ്ഥയും, അത് ഗവൺമെൻറ് ആണെങ്കിലും ഡീംഡ് ആണെങ്കിലും NRI ആണെങ്കിലും ഇല്ല. അലോട്ട്മെൻറ്റ് വഴി മാത്രമേ നമുക്ക് സീറ്റുകൾ ലഭ്യമാവുകയുള്ളൂ. അപ്പം 3 ഘട്ടങ്ങൾ പറഞ്ഞു: ആപ്ലിക്കേഷന്, പരീക്ഷ, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നു. 4-ാമത്തെ ഘട്ടമാണ് കോളേജുകളിൽ പ്രവേശനം നേടുക. നമുക്ക് ഈ കൊടുക്കുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ വിവിധ വെബ്സൈറ്റ് വഴി നമുക്ക് അഡ്മിഷൻ കിട്ടും. ആ അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മൾ ആ കോളേജുകളിലെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ചെന്ന് ചേരുന്നു. അപ്പോൾ ചിലപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടുന്നവരുണ്ടാവും. അത് ഓൾ ഇന്ത്യ തലത്തിലായിരിക്കും. അവർക്ക് തന്നെ കേരളത്തിലും വേണേൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, അവിടെ സീറ്റ് എടുത്തയാൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ, അത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ അവിടെ കിട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരള അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നു, പിന്നെ വീണ്ടും നമുക്ക് ഓൾ ഇന്ത്യ കൊടുക്കാനായിട്ട് സാധിക്കുമോ, സ്റ്റേറ്റിൽ തന്നെ തുടരാൻ സാധിക്കുമോ, സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസകൾ നഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള കോളേജുകളിൽ ചെന്ന് ചേരേണ്ടതിൻ്റെ 4-ാം ഘട്ടം, അതാണ് പാർട്ട് 4 എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒത്തിരി, ഇതൊക്കെ ഒരു ജെനുവിനായിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലും നമ്മൾ ടെൻഷൻ അടിക്കുകയോ എങ്ങനെയൊക്കെ ഈ ഘട്ടങ്ങളിലൂടെ മുമ്പോട്ട് പോകും, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുക. എല്ലാവരും ഇന്ത്യയിൽ 25 ലക്ഷം എക്സാം എഴുതുന്ന എല്ലാവരും ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ്. അപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ഒരു
പാത്തിലൂടെ തന്നെയാണ് ഇവരെല്ലാം മുമ്പോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയൊന്നും ഒരു ആശങ്കയ്ക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അറിയാതെ പോവുമോ, നമ്മളൊരു കോളേജിൽ ചേരുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അഡ്മിഷൻ ക്യാൻസലായി, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് വേണ്ട പ്രോപ്പർ ടൈമുണ്ട് അവിടെ ചെല്ലാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനും, ഇനി എന്തെങ്കിലും ഉണ്ട് അത് കറക്റ്റ് ചെയ്യാനും. അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ആധാറിലെ പേരിന് കറക്ഷൻ ഉണ്ടായിരുന്നു, അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ 10th മാർക്ക് ലിസ്റ്റിലെ അഡ്രസ്സ് അല്ല മാർക്ക് ലിസ്റ്റിലെ പേരിന് കറക്ഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും വന്നിട്ട് നമ്മുടെ അഡ്മിഷനെ ഒന്നും ബാധിക്കില്ല. ഇതൊരു ജെനുവിൻ പ്രോസസ്സായിട്ട് വളരെ നോർമലായിട്ട് പോകുന്ന ഒരു ഘടകമാണ്. എന്തും കറക്റ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളില്ല. ജെനുവിനായിട്ട് നമ്മൾ ആധാർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നു, ആധാറിലെ പേര് പോലെ ആധാർ നമ്മൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആധാർ വെച്ചിട്ട് നമ്മൾ പരീക്ഷ എഴുതുന്നു. ഇനി അതല്ല പാസ്പോർട്ട് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാസ്പോർട്ട് വെച്ചിട്ട് നമ്മൾ പരീക്ഷ എഴുതുന്നു. വീണ്ടും കോളേജിൽ അഡ്മിഷൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും പേരിന് കറക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തിന് മാറ്റമുണ്ട്, അവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അഡ്രസ്സ് വേണം, അവിടെ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുണ്ട്. അപ്പം വളരെ നോർമലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും പരീക്ഷ എഴുതുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് നടപടികളിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യുക. ഇതിനെല്ലാം കൃത്യമായിട്ട് ധാരാളം സമയങ്ങൾ കിട്ടും. അങ്ങനെ നമ്മൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, കേരള അലോട്ട്മെൻറ്റ്, വിവിധ സ്റ്റേറ്റുകളുടെ മാനേജ്മെൻറ്റ് അലോട്ട്മെൻറ്റുകൾ, ഇങ്ങനെയുള്ള വിവിധ അലോട്ട്മെൻറ്റ് നടപടികളിലൂടെയാണ് നമ്മുടെ റാങ്കിനും നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന ഫീസിനും അനുസരിച്ചുള്ള ഏറ്റവും നല്ല കോളേജുകളിൽ പ്രവേശനം നേടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു വളരെ കൃത്യതയാർന്നതും വളരെ സുതാര്യമായതും, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും സുതാര്യമായിട്ട് റാങ്കിൻ്റെയും കാറ്റഗറിയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവേശനം നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പം നമ്മളെക്കാളും കുറഞ്ഞ റാങ്ക് ഉള്ളവർക്ക് കൂടുതൽ കിട്ടി, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായ രീതിയിലൂടെ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ, ഏത് സാധാരണക്കാർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സുകളിലൂടെ എല്ലാം കടന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും നമ്മൾ കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യും. ആ കോളേജുകളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഫിസിക്കലി നമ്മൾ കുട്ടിയും പേരൻറ്റും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും നമ്മളിവിടെ വേണ്ടത്. അവിടെ ബാക്കി എല്ലാം ഓൺലൈനാണ്. പരീക്ഷ എഴുതി നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം ഓൺലൈനാണ്. കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ മാത്രമാണ് പിന്നെ ഫിസിക്കലി നമ്മൾ കോളേജിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് ചേരുകയും ഫീസ് അടയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഫീസുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സർ, ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു MBBS സീറ്റ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് തീർച്ചയായിട്ടും എക്സാം എഴുതുന്ന 25 ലക്ഷം പേരുടെ ആഗ്രഹം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് എന്നാണ്. ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ 10,000-ഓളം MBBS സീറ്റുകളാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ആഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അനുവാദം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറേയധികം സീറ്റുകൾ ഗവൺമെൻറ് മേഖലയിലും ഉണ്ട്, സ്വകാര്യ മേഖലയിലും ഉണ്ട്. 5 വർഷം കൊണ്ട് 75,000-ഓളം MBBS സീറ്റുകളാണ് ഇന്ത്യയിൽ കൂടാൻ പോകുന്നത്. കാരണം അത് പോപ്പുലേഷൻ അനുസരിച്ചുള്ള ആവശ്യകതയാണ്. ഇന്ത്യയിലെ ജനസംഖ്യയ്ക്കനുസരിച്ച് ആവശ്യമുള്ള ഡോക്ടർമാരുടെ എണ്ണം സൃഷ്ടിക്കാനാണ്. അങ്ങനെ 1,75,000-ഓളം MBBS സീറ്റുകൾ മാറും. അപ്പം ആ ഒരു രീതിയിൽ ഗവൺമെൻറ് MBBS തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹവും. ഒരുപാട് പ്രതീക്ഷകൾ. തീർച്ചയായിട്ടും. അപ്പോൾ സർ, ചോദിക്കാൻ ആഗ്രഹിച്ചത് നമ്മുടെ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു റാങ്കിൻ്റെ ഒരു തീർച്ചയായിട്ടും. കാരണം എപ്പോഴും ഇവർ വിചാരിക്കുന്നത് ആർക്കൊക്കെയാണ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാൻ എങ്ങനെയാണ്? ഇത് കുറച്ച് റാങ്കുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എയിംസ് വേണം, അല്ലെങ്കിൽ ESI വേണം, അല്ലെങ്കിൽ കേരളത്തിൽ ഓരോ സ്റ്റേറ്റുകളിലും ഗവൺമെൻറ് MBBS സീറ്റ് വേണം. ഇത് കുറച്ച് റാങ്കുകാർക്ക് മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, അത് കുറച്ച് ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ എല്ലാവരുടെയും ഒരു സംശയമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്നും ഒട്ടും നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. നമുക്ക് നീറ്റ് എക്സാം 25 ലക്ഷം പേരാണ് എഴുതുന്നതെങ്കിൽ അതിൽ 12.5 ലക്ഷം വിദ്യാർത്ഥികളും മുഴുവൻ ഓപ്ഷൻസും കൊടുക്കാനായിട്ട് എലിജിബിളാണ്. 25 ലക്ഷം പേരുടെ പകുതി 12.5 ലക്ഷം പേരും മുഴുവൻ സീറ്റുകൾക്കും ഓപ്ഷൻ കൊടുക്കാനായിട്ട് എലിജിബിളാണ്, യോഗ്യതയായി. ഇനി അതിൽ തന്നെ OBC, SC, ST, PWD വിഭാഗമാണെങ്കിൽ പിന്നെയും ഒരു 10% കൂടി, ഒരു 1.5 ലക്ഷം ആൾക്കാരും കൂടെ പിന്നെയും യോഗ്യത നേടുകയാണ് ഈ വിവിധ കോളേജുകളിലൊക്കെ ഓപ്ഷൻ കൊടുക്കാനായിട്ട്. അപ്പം ഇത്ര റാങ്ക് ഉള്ളവർക്ക്, ആദ്യത്തെ 100 റാങ്ക് ഉള്ളവർക്ക് മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എയിംസിൽ. ആദ്യത്തെ 25,000 വരെ ഉള്ളവർക്ക് മാത്രമേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റിന് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. യോഗ്യതാ മാനദണ്ഡം 50% ജനറൽ വിഭാഗത്തിന്, ബാക്കിയുള്ളവർക്ക് 40% മൊത്തം എക്സാം എഴുതിയതിൽ പകുതി ആൾക്കാർ അല്ലെങ്കിൽ 60% ആൾക്കാരാണ് MBBSനും BDSനും യോഗ്യത നേടുന്നത്. അവർക്കെല്ലാവർക്കും അപേക്ഷിക്കാം. പിന്നെ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം, നമുക്കത് കിട്ടാനുള്ള സാധ്യതയും കൂടെ നമ്മൾ നോക്കണമല്ലോ. വെറുതെ ഓപ്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല. മെയ് 4 നമ്മൾ എക്സാം കഴിയുമ്പോഴേ
നമ്മളെപ്പോലുള്ള നമ്മുടെ ഫാക്കൽറ്റി, നമ്മുടെ മാനേജ്മെൻറ്റ് പോലെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റീസ് അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഈ വർഷത്തെ നീറ്റ് എക്സാം ഇന്ന രീതിയിൽ കടുപ്പമുള്ളതായിരുന്നു, ഇന്ന രീതിയിൽ ഇന്ന പാറ്റേൺ അനുസരിച്ചാണ് നടന്നത്, ഇത് 2023 പോലെയോ അല്ലെങ്കിൽ 24 പോലെയോ ഉള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ഏകദേശം റാങ്ക് അല്ലെങ്കിൽ മാർക്കിനനുസരിച്ചുള്ള റാങ്ക് ഇന്നതാണ് വരാൻ സാധ്യത. അപ്പോൾ ഇന്ന മാർക്കിനനുസരിച്ചുള്ളവർക്ക് ഇന്ന സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് അവർ നമുക്ക് പറഞ്ഞു തരികയും അത് നമ്മളെല്ലാവരിലൂടെ എത്തിക്കുകയും ചെയ്യും. സാധ്യതകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടൊരു പഠനം നടത്തും. അതിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മലയാളിയിൽ പ്രവേശനം നേടുന്ന 90% വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്. അപ്പം നമ്മുടെ ഒരു റാങ്ക് എടുക്കുമ്പോൾ തന്നെ, അല്ലെ നമ്മുടെ മാർക്കിൻ്റെ, നമ്മൾ ആ സമയത്ത് പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ എല്ലാ കുട്ടികളുടെയും മാർക്ക് മേടിക്കും. അപ്പം തന്നെ നമുക്കറിയാം ഈ വർഷത്തെ ഒരു ടഫ് എങ്ങനെയായിരുന്നു, എത്രയായിരിക്കും കട്ട് ഓഫ്, എല്ലാ വർഷവും നമുക്ക് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൂടെ പറയാൻ സാധിച്ചിട്ടുള്ളൂ. നീറ്റ് 2024 കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് പറയാൻ പറ്റി കഴിഞ്ഞ വർഷത്തേക്കാളും 50 മാർക്കോളം കട്ട് ഓഫ് കൂടാൻ സാധിച്ചിട്ടുണ്ട്, 50 മാർക്കോളം കട്ട് ഓഫ് കൂടുതലായിരിക്കും. അപ്പം അത് ആ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മുടെ ക്യാമ്പസിലുണ്ട് അത്രയും കുട്ടികൾ. ഈ വർഷം 2025 പ്രവേശനം നേടുന്ന 90% മലയാളികൾ നമ്മുടെ വിദ്യാർത്ഥികളായിരിക്കും. അപ്പം അതിനനുസരിച്ചായിരിക്കും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ESIയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം, എയിംസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം, കേരള ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം, തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ, CMC ലുധിയാന, CMC വെല്ലൂർ, സെൻറ്റ് ജോൺസ്, NRI സീറ്റ്, മൈനോറിറ്റി സീറ്റ്, അങ്ങനെ എല്ലാ വിഭാഗവും ഏത് കാറ്റഗറിക്കാണ് ഏത് കിട്ടാനുള്ള സാധ്യത കൂടുതലെന്നുള്ളതും ഇന്നയിടത്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ തന്നെ അവർക്ക് മാർക്കനുസരിച്ച് റാങ്കിനനുസരിച്ച് ഒരു ധാരണ അവർക്ക് ലഭ്യമാവുകയും ചെയ്യും. സർ, നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും 2025 എത്തുമ്പോഴേക്കും ഏറ്റവും വലിയൊരു അനുകൂല ഘടകം എന്ന് പറയുന്നത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ജോലി അല്ലെങ്കിൽ സാലറി, എമൗണ്ട്, പൈസ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരില്ല. കാരണം അത്രയധികം ഓരോ വിദ്യാർത്ഥിക്കും അവൻ്റെ പാഷനും അവൻ്റെ ആറ്റിറ്റ്യൂഡിനും അനുസരിച്ച് പഠിക്കാനും ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന കോഴ്സുകളും കോളേജുകളും സ്ഥാപനങ്ങളും ഇന്ത്യയിൽ ഉടലെടുത്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഒരു വിദേശ പഠനത്തിന് പോലും ഇനി വലിയ സാധ്യതയില്ലാതെ നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികളും നമ്മുടെ കോളേജുകളും കൂടെ തന്നെ ഈ അണ്ടർ ഗ്രാജുവേഷൻ പഠനം പൂർത്തിയാക്കി നമ്മുടെ തൊഴിൽ മേഖലയിൽ തന്നെ എടുക്കാൻ സാധിക്കുന്ന ധാരാളം സാധ്യതകളാണെന്നുള്ളത്. അതിനപ്പുറത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോട്ടൊക്കെ പോകുമ്പോഴേക്കും വിദേശ യൂണിവേഴ്സിറ്റികളെയും ധാരാളം നമുക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ്, ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് വിദേശ പഠനവും തീർച്ചയായിട്ടും നടത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇനി വരുന്ന ഏറ്റവും വലിയ അനുകൂല ഘടകം തന്നെയാണ് അത്. ഇന്ന മെഡിക്കൽ മേഖലയിൽ MBBS BDS മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, 1000-ൽ പരം കോഴ്സുകളാണ് അണ്ടർ ഗ്രാജുവേഷൻ മേഖലയിൽ ഇന്നുള്ളത്. അതൊക്കെ വിദ്യാർത്ഥികളുടെ ഏതൊരു വിദ്യാർത്ഥിക്കും, ഏത് അക്കാഡമിക് ലെവൽ കീപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥിക്കും, ഏത് പൊട്ടൻഷ്യലുള്ള വിദ്യാർത്ഥിക്കും ഏറ്റവും വലിയ അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ സാർ, ഈ ഒരു സാധ്യതകളെല്ലാം നിലനിൽക്കാൻ നമുക്ക് ഒരുപാട് എൻട്രൻസ് എക്സാമുകളുമുണ്ട്. തീർച്ചയായിട്ടും. കാരണം +2-ന് ശേഷം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എൻട്രൻസ് എക്സാമിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോളേജുകളെ കുറിച്ച് നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടുത്തെ സിലബസ്, കാരണം ഇന്ത്യയിലുള്ള ഇത്രയും സ്റ്റേറ്റുകൾ, അവിടുത്തെ CBSE, ISC, വിവിധ സ്റ്റേറ്റ് ബോർഡ് സിലബസുകളെയൊക്കെ ഈ ഏകീകരണം നമുക്ക് സാധ്യമല്ലാത്തടത്തോളം കാലം ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെ തന്നെയാണ് ഈ കോഴ്സുകൾക്കൊക്കെ ചേരുന്നത്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാൻ ആഗ്രഹിക്കും +2-ന് ശേഷമുള്ള ആ ഒരു എൻട്രൻസിൻ്റെ സാധ്യതകൾ, എൻട്രൻസിലൂടെ വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിക്കുന്നവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് വിശദമാക്കാം. തീർച്ചയായിട്ടും. ഇപ്പം നമുക്കിത് 2025 ഫെബ്രുവരിയാണ്. ഇപ്പം നമുക്ക് JEE മെയിൻ 2ാമത്തെ സെഷൻ, ഏപ്രിൽ 1 മുതൽ നടക്കാൻ പോകുന്ന JEE മെയിൻ്റെ 2ാമത്തെ സെഷൻ ഇപ്പം ആപ്ലിക്കേഷൻ നടക്കും. ഫെബ്രുവരി 24 വരെ അപ്ലൈ ചെയ്യാം. JEE മെയിനിലൂടെ നമ്മളിപ്പോൾ മെഡിക്കൽ ആസ്പിറൻസ് ആണെങ്കിലും 2 രീതി നമുക്ക് JEE മെയിനിലൂടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, നീറ്റ് എക്സാമിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് കോൺഫിഡൻസ് കിട്ടാനായിട്ട് സഹായിക്കും JEE മെയിൻ സെഷൻ 2 എഴുതി കഴിഞ്ഞാൽ. കാരണം ഫിസിക്സും കെമിസ്ട്രിയുടെയും NTA തന്നെ ഇടുന്ന ചോദ്യപേപ്പർ ഇപ്പോൾ ആദ്യത്തെ 10 സെറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്രത്തോളം ഫിസിക്സും കെമിസ്ട്രിയും എളുപ്പമായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നീറ്റ് എക്സാമിന് മുമ്പുള്ള ഒരു നാഷണൽ ലെവലുള്ള തയ്യാറെടുപ്പിന് JEE മെയിൻ സെഷൻ 2 തയ്യാറെടുക്കും, എഴുതുന്നത് നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,05,000-ഓളം സീറ്റുകളാണ് ജോസ സീറ്റ് അലോക്കേഷൻ വഴി ഫില്ല് ചെയ്യപ്പെടുന്നത്. NITകളും IIITകളും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും IITകളും ഒക്കെ. അപ്പോൾ അതിൽ JEE മെയിൻ സെഷൻ 2 ഒരു 95% അപ്പുറത്ത് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് NITകളിലോ IIITകളിലോ സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഒരു സീറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് എത്രത്തോളം അവർക്ക് കോൺഫിഡൻസ് കൂട്ടും. അപ്പോൾ ഒരു സീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ബാക്കി ചിന്തിച്ചാൽ മതി. അപ്പം JEE മെയിനിലൂടെ നമുക്കത് BTechൻ്റെയും BArchൻ്റെയും B പ്ലാനിങ്ങിൻ്റെയും പ്രോഗ്രാമിന് അഡ്മിഷൻ നേടാൻ നമുക്ക് സാധിക്കും. ആപ്ലിക്കേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു.
ഇനിയുള്ളത് അഗ്രികൾച്ചർ മേഖല. നമുക്കറിയാം ഈ MBBS ശേഷം ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്നതും ഏറ്റവും അധികം ഉപരിപഠന സാധ്യതയുള്ളതും കാലാകാലാന്തരത്തോളം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മേഖല തന്നെയാണ് അഗ്രികൾച്ചർ. കാരണം മനുഷ്യന് ആഹാരമില്ലാതെ ഒരു കാലത്തും ജീവിതം നിലനിർത്താനായിട്ടാവില്ല. ഏത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാലും അഗ്രികൾച്ചർ മേഖലയിൽ വിത്ത് വിതയ്ക്കുകയും അത് വളരുകയും അതിൽ നിന്ന് ഉൽപ്പാദനം എടുക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ആ മേഖലയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായ ഒരു സാധ്യതയുണ്ട്. അപ്പം ICAR കീഴിൽ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ CUET പരീക്ഷ വഴിയാണ് നടക്കുന്നത്. CUET മെയ് 15 തൊട്ട് മെയ് 30 വരെയൊക്കെയാണ് ഓൺലൈനായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ എത്രത്തോളം പരീക്ഷകൾ എഴുതി പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. കഴിഞ്ഞ തവണ നീറ്റ് 2024 200, 300 മാർക്ക് കിട്ടിയവരാണെങ്കിൽ പോലും അവർ CUET പരീക്ഷയിലൂടെ 95% അപ്പുറത്ത് മേടിച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ, ഓൾ ഇന്ത്യ ഫിഷറീസ്, ഫോറസ്ട്രി, സെറികൾച്ചർ 11 പ്രോഗ്രാമുകളുണ്ട് CUET ഈ മേഖലയിൽ തന്നെ. അവിടെയൊക്കെ പ്രവേശനം നേടാൻ നമ്മുടെ മലയാളികൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ആയിരക്കണക്കിന് കോഴ്സുകൾ, ലക്ഷക്കണക്കിന് സീറ്റുകൾ, ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും പോണ്ടിച്ചേരി ആണെങ്കിലും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലൂടെയുള്ള സീറ്റുകൾ. അപ്പം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം മലയാളികൾ ഇനിയും അത്രത്തോളം സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ അനന്ത സാധ്യതകളാണ്. +1 +2 ഏത് സബ്ജക്റ്റ് പഠിച്ചു എന്ന് പറയുന്നത് പോലും നോക്കാതെ എക്കണോമിക്സിലോ BComലോ ലാംഗ്വേജിലോ ഫോറിൻ ലാംഗ്വേജിലോ ഏതിൽ പഠിക്കാനും ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കും. അവൻ്റെ ഏത് പൊട്ടൻഷ്യൽ ഉള്ള ആളാണെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലോട്ട് പോകണം, ഒരു MBA എടുത്ത് പോകണം, അല്ലെങ്കിൽ സിവിൽ സർവീസിലോട്ട് പോകണം, അല്ല എങ്കിൽ ഡിഗ്രി വെച്ചിട്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നാഷണൽ ലെവലുള്ള നല്ല നല്ല കമ്പനികളിലോട്ട് നേരിട്ട് പ്രവേശനം കിട്ടുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ അവിടുത്തെ ഡിഗ്രി പഠനം തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യപ്പെടും. അപ്പം ആ സാധ്യതകൾ CUET വഴി നമുക്ക് പരീക്ഷ എഴുതിയിട്ട് സാധിക്കും. ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിനും സാധിക്കും, അല്ലാത്ത ഡിഗ്രി പഠനത്തിനും സാധിക്കും. പിന്നെ നമുക്കറിയാം എയിംസ് BSc നഴ്സിംഗിൻ്റെ എക്സാം ജൂൺ 1-ാം തീയതി നടക്കുന്നു. 1600ഓളം സീറ്റുകളാണ് എയിംസ് ഡൽഹി അടക്കമുള്ള കോളേജുകളിൽ ഒഴിവുള്ളത്. 500 രൂപ മാത്രമാണ് വാർഷിക ഫീസ് ഉള്ളത്. ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും 500 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും അധികം BSc നഴ്സിംഗ് വിഭാഗത്തിന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ജൂൺ 1 എയിംസ് BSc നഴ്സിംഗ്. ആർമിയുടെ നഴ്സിംഗ് സീറ്റുകൾ അത് നീറ്റിൻ്റെ അടിസ്ഥാനത്തിലെടുക്കും. അതുപോലെ തന്നെ ISER എക്സാം, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഇനി പഠിക്കുകയും ചിന്തിക്കുകയും ഉപരിപഠനം നടത്തുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയ എക്സാമാണ് ISER. അത് ജൂൺ 1-ാമത്തെ ആഴ്ച നടക്കും. NISER എക്സാം നമുക്ക് പഠനം കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ പോലെയുള്ളത് ജോലി സാധ്യതയുള്ള NISER എക്സാം ജൂൺ 22-നാണ്. അപ്പം ധാരാളം എക്സാമുകൾ, ഇതിപ്പോൾ നമ്മൾ 4-5 എക്സാമുകളെ പറഞ്ഞിട്ടുള്ളൂ. 40ഓളം എൻട്രൻസ് എക്സാം ഉണ്ട്. അതിൽ 20ഓളം എൻട്രൻസ് എക്സാം എങ്കിലും ഏതൊരു വിദ്യാർത്ഥിക്കും ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന സാധ്യതയാണ്. അപ്പോൾ ഇത്രയധികം പരീക്ഷകളിലൂടെയും പഠനങ്ങളിലൂടെയും പോയ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഏതൊക്കെ വേണമെങ്കിലും ഒരു 4-5 പരീക്ഷയെങ്കിലും ഏറ്റവും ടോപ്പായിട്ട് ആർക്ക് വേണമെങ്കിലും, ഇപ്പം ഇവിടുത്തെ നമ്മുടെ മോഡൽ എക്സാം എഴുതുമ്പം 200 കിട്ടി, അല്ലെങ്കിൽ 300 കിട്ടി, 400 കിട്ടി എന്നൊക്കെ എന്തെങ്കിലും ഒരു സങ്കടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കും ഒരു 4-5 എക്സാമുകളിലെങ്കിലും ഏറ്റവും ടോപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം എൻട്രൻസുകളുണ്ട്. അത് കേരള എഞ്ചിനീയറിംഗ് ഉണ്ട്, കുസാറ്റ് ഉണ്ട്, അങ്ങനെ ധാരാളം എക്സാമുകൾ. അപ്പോൾ അതിൽ അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലായിടത്തും അപേക്ഷിക്കുക എന്നുള്ളതാണ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ചെയ്യേണ്ടത്. ധാരാളം പരീക്ഷകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം ഒരു പ്ലാൻ അല്ല, നമുക്ക് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും ഉണ്ടായിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ സാധ്യതകളും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അഡ്മിഷൻ ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട്. സാർ, ഇപ്പോൾ ബെർലിനിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മോഡൽ പരീക്ഷകളുടെ ഒക്കെ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ബെർലിനിലെ എല്ലാ ക്യാമ്പസിലും നീറ്റിൻ്റെ അതേ ആംബിയൻസിൽ അതേ അലയൊലികൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്കൊരു എക്സാം അല്ലല്ലോ നീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 122ഓളം നീറ്റ് എക്സാമുകളും അത് പല റൗണ്ടുകളും തന്നെയാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഘടകങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കടന്നു പോകുന്നത്. സാർ പറഞ്ഞില്ലേ, ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മോഡൽ എക്സാമുകളെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ യൂണിറ്റ് എക്സാമുകളാണ്, അതായത് മൊത്തം ചാപ്റ്ററുകളെ നമ്മൾ 11 യൂണിറ്റുകളായിട്ട് തിരിച്ചുള്ള പരീക്ഷകളാണ് ഇപ്പം നടത്തുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ബെർലിൻ മാനേജ്മെൻറ്റ് എല്ലാ കുട്ടികളോടും പറഞ്ഞിരിക്കുന്നത്, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സിലബസ് സബ്ജക്റ്റ് ആവർത്തിച്ച് പഠിക്കാനുള്ള അവസരമാണ് യൂണിറ്റ് എക്സാം എന്ന് പറയുന്നത്.
ഓക്കെ. ഇത് നീറ്റിൻ്റെ എക്സാമിൻ്റെ അതേ പാറ്റേണിൽ അതേ ടൈമിൽ അതേ ആംബിയൻസിൽ തന്നെയാണ് നടത്തുന്നത്. നീറ്റ് എക്സാം എഴുതുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ ആ എക്സാം ഹാളിൽ പെർഫോം ചെയ്യേണ്ടത് അതനുസരിച്ച് തന്നെ തീർച്ചയായിട്ടും നമ്മൾ നീറ്റ് എക്സാം എഴുതാൻ ഒന്ന് തയ്യാറെടുക്കുക. രണ്ടാമത്തത് സബ്ജക്റ്റ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് തറവായിട്ട് പഠിക്കാനുള്ളതാണ്. മാർക്കിനെ കുറിച്ച് നോക്കാനുള്ള സമയമായിട്ടില്ല. നമുക്ക് കാരണം യൂണിറ്റാണ്, നമ്മൾ 6 or 7 ചാപ്റ്ററുകൾ മാത്രമാണ് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യഥാർത്ഥത്തിൽ മോഡൽ എക്സാമിനോ ഒരു ചാപ്റ്ററിൽ നിന്ന് 1 or 2 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്റർ നമുക്ക് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ ഫുൾ യൂണിറ്റ് എക്സാമിന് അല്ലെ നീറ്റ് എക്സാമിന് നമുക്ക് 1 or 2 ക്വസ്റ്റ്യൻ മാത്രമേ കിട്ടാതെ പോവുള്ളൂ. നേരെ മറിച്ച് യൂണിറ്റ് എക്സാമിന് നമ്മൾ മാർക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാലോ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്റർ അറിയാൻ മേലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പം നമുക്ക് മാർക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം മാർക്ക് റാങ്ക് എന്നുള്ളത് നോക്കാതെ ആ സബ്ജക്റ്റ് ഏറ്റവും ഡീപ്പായിട്ട് പഠിക്കാനുള്ളതാണ് യൂണിറ്റ് എക്സാം എന്ന് പറഞ്ഞത്. അത് തന്നെ കമ്പൈൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ നോക്കുക, നമുക്ക് അറിയാൻ മേലാത്ത ടോപ്പിക്കുകളുണ്ടായിരുന്നു, നമുക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, നമുക്ക് ഒരു യൂണിറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ സെക്ഷൻ വരുമ്പോഴേക്കും നമ്മൾ അത് എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ളതാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ കമ്പൈൻഡ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയിട്ട് തിരിച്ച് ഒരിക്കൽ കൂടി അതിൻ്റെ റിവിഷൻ നടത്തുന്നു. എന്നിട്ടാണ് ഫുൾ യൂണിറ്റിലോട്ട് 81 ചാപ്റ്ററിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ പരീക്ഷയിലൂടെ തിരിച്ച് നമ്മൾ ആവർത്തിച്ച് ക്വസ്റ്റ്യനുകളിലൂടെ തന്നെ നമ്മൾ കുട്ടികൾക്ക് എത്രയും ടൈം ബൗണ്ടായിട്ട് നെഗറ്റീവുകളെ പേടിക്കാതെ 180 ചോദ്യങ്ങളും ആ 180 മിനിറ്റിൽ തന്നെ തീർക്കാനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മാർക്ക് റാങ്ക് എന്നുള്ളത് ആ സമയത്തേക്ക് നോക്കുക. ഇപ്പം ഞാൻ ഇത്രയധികം രീതിയിൽ ഞാൻ ഇതിനെ പരീക്ഷകളെ പഠിച്ചു കഴിഞ്ഞിരിക്കും, ഞാൻ ഇന്ന മാർക്കിലാണ് നിൽക്കേണ്ടത്, എനിക്ക് വേണ്ടത് എയിംസ് ആണ് വേണ്ടത്, എനിക്ക് വേണ്ടത് ഗവൺമെൻറ് MBBS സീറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ESI ആണ് വേണ്ടത്. അപ്പോൾ എന്താണ് എൻ്റെ ടാർഗറ്റ് എത്രയാണ്, ഞാൻ അവിടെ എത്രത്തോളം ഞാൻ ഇപ്പം നിൽക്കുന്നതില്ല. കാരണം ഇവിടുത്തെ കുട്ടികളുടെ ഒരു റാങ്ക് കാണുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ ഒരു മോഡൽ എക്സാമിൽ 500 റാങ്കാണ് നിൽക്കുന്നതെങ്കിൽ അറിയാം ഓൾ ഇന്ത്യ ലെവലിൽ ഞാൻ നിൽക്കുന്നത് ആദ്യത്തെ 1,00,000 റാങ്കിനകത്താണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് ഇന്ന സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് 600 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ 25,000-നകത്തൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. ഓർക്കുക അതിൻ്റെ വ്യത്യാസം. ഞാൻ 650-നകത്താണ് നിൽക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഞാൻ ആദ്യത്തെ 20,000-നകത്തൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം 700-ലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യത്തെ 250-300 പേരിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് അവർക്ക് ആ സമയത്ത് ഒരു മാർച്ച് 15 അല്ലെങ്കിൽ മാർച്ച് 20 ഫുൾ യൂണിറ്റ് എക്സാം എഴുതുമ്പോൾ മുഴുവൻ മാർക്കിലേക്ക് എത്തേണ്ട രീതിയൊക്കെ അവർക്ക് പരീക്ഷയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, നെഗറ്റീവിനെ പേടിക്കാതെ മാക്സിമം ആൻസറിലോട്ട് എത്താൻ ടൈം ബൗണ്ടായിട്ട് ചെയ്യാനുള്ള പരിശീലന പദ്ധതി തന്നെയാണ് നമ്മുടെ ഈ മോഡൽ എക്സാം. അത് ആ രീതിയിൽ തന്നെ കുട്ടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഇപ്പോൾ ശിവൻ സാറ് പറഞ്ഞ് അവസാനിപ്പിച്ച പ്രതീക്ഷയുടെ മനോഹരമായ വാക്കുകളാണ്. അതായത് നിങ്ങളെ കൃത്യമായിട്ട് മുന്നോട്ട് നയിക്കുന്നത് ബ്രില്യൻ ടീമാണ്. ബ്രില്യൻ ടീമിന് കൃത്യമായ പ്ലാനുണ്ട്. ബ്രില്യനിലെ ഓരോ മോഡൽ എക്സാമുകൾ എഴുതുമ്പോൾ നിങ്ങൾ ഓരോ പുതിയ നീറ്റ് എക്സാം എഴുതുന്ന അതേ തീർച്ചയായിട്ടും. കാരണം അറിഞ്ഞോ അറിയാതെയോ അവർ കൃത്യമായിട്ട് ആ ഒരു പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചൊന്ന് സഞ്ചരിച്ച് ഏറ്റവും പ്ലസൻ്റ് ആയിട്ട്, ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് ഒന്ന് സഞ്ചരിച്ച് തന്നാൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് അവിടെ എത്തിക്കാനായിട്ട് സാധിക്കും. എല്ലാ വർഷങ്ങളിലും നീറ്റ് എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു നീറ്റ് എക്സാം? അപ്പോൾ കുട്ടികൾ എപ്പോഴും പറയുന്ന മറുപടി എന്ന് പറയുന്നത് ബ്രില്യൻറ്റിലെ ഒരു മോഡൽ എക്സാം എഴുതിയ അതേ പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതിയപ്പോൾ എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പറയാൻ പറ്റും. കാരണം ഒരു യഥാർത്ഥ നീറ്റ് എക്സാം ഹാളിൽ നിങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങളെയാണോ നേരിടുന്നത് അതിൻ്റെ അതേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ. സീറ്റിന്റെ വർധനവ് പറഞ്ഞല്ലോ, 10,000-ഓളം സീറ്റുകളാണ് ഈ വർഷം കൂടാനായിട്ട് പോകുന്നത്. എക്സാക്ട്ലി. അപ്പം അങ്ങനെയുള്ള സാധ്യതകളും നമുക്ക് 2025 വരികയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം, സിലബസ് എല്ലാം കൊണ്ട് ഏറ്റവും ഒരു നല്ലൊരു ഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം റിസൾട്ടുകൾ കരസ്ഥമാക്കി കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നത് ബ്രില്യൻറ്റിൽ നിന്നാണ്. നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള യാത്ര തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു, അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ ചെന്നു, ഇന്നലകളിൽ നമ്മൾ ജിപ്മറിലായിരുന്നു. നമുക്ക് ഇപ്പം ജിപ്മറിൽ നോക്കൂ, മലയാളികൾ പ്രവേശനം നേടുന്നത് മുഴുവൻ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളാണ്. 25-ലധികം വിദ്യാർത്ഥികളാണ് ജിപ്മർ പോണ്ടിച്ചേരിയിൽ ഉള്ളത്. ഞങ്ങൾ ക്യാമ്പസ് വിസിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ. അവരുടെ ഒരു സന്തോഷവും അവരുടെ സ്വപ്നം നേടിയതിൽ നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും നമുക്ക് എന്ന് പറയുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു. അതേ രീതിയിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത്, നമ്മുടെ കുട്ടികൾ നമ്മളുമായിട്ട് ഇടപഴകിയത് എല്ലാ രീതിയിൽ തന്നെയാണ്. ആ വൈറ്റ് കോട്ട് ഇട്ട് ജിപ്മറിനകത്ത് നിൽക്കുന്ന ആ ഒരു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദദായകമായ അല്ലെങ്കിൽ ഏറ്റവും അഭിമാനാർഹമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അടുത്ത വർഷം നീറ്റ് 2025-ലും കേരളത്തിൽ നിന്നും MBBS സീറ്റ് കരസ്ഥമാക്കി ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്കും ഒക്കെ എത്തിച്ചേരാൻ പോകുന്നത് ഞങ്ങളുടെ ബ്രില്യൻ്റെ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ കറക്റ്റ് പാതയിലാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മോഡൽ എക്സാമുകൾ എഴുതുക. ഒരു മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ ലോകമെമ്പാടും വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന
എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.